ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് തട്ടുകട എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുന്നു പാത്രത്തിലേക്ക്. അത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഇച്ചിരി ഗാർലിക് ഇടുന്നു. ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്തുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത്, എൻ്റെ അടുത്ത് ആകപ്പാട് ബീൻസും ഉള്ളിയും കുക്കമ്പറും പിന്നെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു. ഇളകി കഴിഞ്ഞിട്ട് കുറച്ച് വേഗമാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു, അല്ലെങ്കിൽ ഉപ്പിടണം. ഉപ്പിട്ട് പിന്നെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കി ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇച്ചിരി സ്ഥലമുണ്ടാക്കി അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു. സത്യത്തിൽ മുട്ടയും വെജിറ്റബിളും കൂടി കൂട്ടി ഇളക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മുട്ട മാത്രം എടുത്ത് സ്ക്രാമ്പിൾ ചെയ്താൽ മതിയായിരുന്നു ആ സൈഡിൽ നിന്ന് നടുക്കിട്ട്. പക്ഷേ ഞാനൊരു ആവേശത്തിൽ കയറി മൊത്തമായിട്ട് അങ്ങോട്ടേക്ക് ഇളക്കി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടുന്നു. അതിട്ട് പിന്നെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത് പിന്നെ അത് ഇച്ചിരി വേവണമല്ലോ. മുട്ടയൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നീട് എവിടുന്നോ ഞങ്ങൾ കഴിച്ചിട്ട് പോക്കറ്റിലിട്ടുകൊണ്ട് വന്ന ചില്ലി സോസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ടു, ചില്ലി സോസ് ഇട്ടു. പിന്നെ ഞങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ച ഞങ്ങളുടെ കെച്ചപ്പ്, ആ കെച്ചപ്പ് കെച്ചപ്പില്ലാത്ത എന്ത് ഫ്രൈഡ് റൈസ്. പിന്നെ ഞങ്ങൾ സ്വന്തം തന്നെ മേടിച്ച സോയാ സോസ് ഇട്ടു. സോയാ സോസ് അധികം ഒഴിച്ചാൽ നല്ല ഉപ്പിൽ കഴിച്ച ഫ്രൈഡ് റൈസ് നിങ്ങൾ കഴിക്കേണ്ടി വരും. പിന്നെ ചിക്കൻ മസാല ഇതിൻ്റെ ഒരു സ്പെഷ്യലാണ്. ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത് ഒന്നില്ലെങ്കിൽ നോർമൽ മുളക് പൊടി, ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. അപ്പം അത് എരിവനുസരിച്ചിടാം. പിന്നെ ഇച്ചിരി ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം മീറ്റ് മസാല ഇട്ടാലും മതി. പിന്നെ ബസുമതി റൈസാണ് ഞാൻ ഇട്ടത്. അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചതായിരുന്നു. അതും കൂടി ഇട്ടാൽ നമ്മുടെ ഈസി പീസി എഗ് ഫ്രൈഡ് റൈസ് റെഡി.